ആഘോഷവേളകളിൽ ഒത്തുകൂടാൻ ചെത്തല്ലൂരിൽ ഇനി പുതിയൊരിടം. ഷിഫ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആഘോഷവേളകൾ ആനന്ദകരമാക്കാനും ഒത്തുചേരലുകൾ വർണ്ണാഭമാക്കുവാനും അത്യാധുനിക സൗകര്യങ്ങളോടെ ഷിഫ ഓഡിറ്റോറിയം ചെത്തല്ലൂർ ഗാന്ധി റോഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. അതിന് ഇവിടെ വരിക എന്നുള്ളത് എൻ്റെ താൽപര്യമായ ഉത്തരവാദിത്തം കൂടിയാണ്. ഉത്സവങ്ങളെ കുറിച്ച് ഇവിടെ നജീബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപാട് 35 വർഷത്തോളമായി അൽഷിഫ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട്, പക്ഷേ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ പടർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിനേക്കാൾ വലിയ ഒരു കൺവെൻഷൻ സെൻ്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ ഒരു വിധം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കൺവെൻഷൻ സെൻ്ററായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നജീബ് കാന്തപുരം ഞങ്ങളുടെ അളാപ്പ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ 700ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി ശീതീകരിച്ച വിശാലമായ ഓഡിറ്റോറിയമാണ് നാടിന് സമർപ്പിച്ചത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡൈനിങ് ഏരിയയും ഷിഫ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ സ്വാഗതം പറഞ്ഞു. ചെത്തല്ലൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ എൻ്റെ വീട് പോത്താണിയാണെങ്കിലും ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും മറ്റുള്ള കൂടുതൽ വൈകാരികമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ 8, 9, 10 ക്ലാസ്സുകൾ വെള്ളിനാഴി സ്കൂളിലാണ് പഠിച്ചത്. ആ വെള്ളിനാഴി സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനാണ് ഇവിടുന്ന് പോകുമ്പോൾ ഏതാണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ടുമുണ്ട്, 8 കിലോമീറ്റർ ഇങ്ങോട്ടുമുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ 1 കിലോമീറ്റർ വരെ ബസ് കാത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്രയും അതിൻ്റെ ഇടയ്ക്കൊരു പുഴയുണ്ട്, പിന്നെ ഒരു തോടുണ്ട്, ഒരു അത്തിപ്പറ്റ മലയുണ്ട്. ഇതെല്ലാം താണ്ടി 1962 മുതൽ 66 വരെ ഞാൻ വെള്ളിനാഴി പഠിച്ചത്. എൻ്റെ കൂടെ അന്ന് പഠിച്ച പല സുഹൃത്തുക്കൾക്കും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ പിന്നെ കുട്ടികളുണ്ട്. അവരൊക്കെ എന്നോട് പറയും, എന്തെങ്കിലും നിങ്ങൾ പൂവത്താണി ചെത്തല്ലൂരത്തേക്ക് ഒരു പരിപാടി ചെയ്യണം. അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ചെത്തല്ലൂരുള്ള ഈ ഓഡിറ്റോറിയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരം, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തുടങ്ങിയവർ പങ്കാളികളായി. നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ മനോഹരമായ ഭംഗിയുള്ള ഒരു ഓഡിറ്റോറിയം ഒരു ഗ്രാമത്തിന് സമ്മാനിക്കുന്ന ചടങ്ങായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഉണ്ണീൻക തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലത്തെ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധം, അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ജീവിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് എങ്ങനെ ഏത് തരത്തിൽ ഈ നാട്ടിൽ വന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഉണ്ണീൻ സാർ നമ്മളോട് പറഞ്ഞത്. എനിക്ക് മറ്റൊരു സമാധാനം, അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട കഥ അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇവിടെ പഠിച്ചത്. നല്ലൊരു കയ്യടിയോടുകൂടി ഉപഹാരം MLAക്ക് സമ്മാനിക്കാം. കഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വലിയൊരു കയ്യടി നൽകാം. നല്ലൊരു കയ്യടി നൽകാം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീം തുടങ്ങി വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
CCN പെരിന്തൽമണ്ണ.